ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, അവരുടെ ട്രൂ ഇന്റൻഷൻ. അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ഇത് ടൈംലെസ് വീഡിയോ ആണ്. സോ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് ഇതൊക്കെയാണ്. ഇവിടെ സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് സഡൻ ആയിട്ട് നിന്ന് പോയതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. പെട്ടെന്ന് നിങ്ങൾ പോലും വിചാരിക്കാതെ സഡൻ ആയിട്ട് സ്റ്റോപ്പ് ആയിപ്പോയി. നിങ്ങൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഈ ഒരു റിലേഷൻഷിപ്പ് ഇതുപോലെ സ്റ്റോപ്പായി പോകുമെന്നോ, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോകുമെന്നോ, അല്ലെങ്കിൽ ബ്രേക്കപ്പിലേക്ക് പോകുമെന്നോ നിങ്ങൾ വിചാരിച്ചിട്ടേ ഉണ്ടാകില്ല, പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. കാരണം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഇങ്ങനെ സ്റ്റോപ്പ് ആകുന്നതിന്റെ മുൻപേ നിങ്ങൾക്ക് ഒരു ക്ലൂവും കിട്ടിയിട്ടുണ്ടാകില്ല. അതായത് അവരുടെ സ്നേഹം കുറയുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ നിങ്ങളെ അവർ അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്നോ, അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ക്ലൂവും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഇവിടെ സ്റ്റോപ്പായി പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. നിസ്സാരമായിട്ടുള്ള ഒരു വ്യക്തിയല്ല, തേർഡ് പാർട്ടി അല്ല, സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി. ഇതിവിടെ പറയാൻ കാരണം 2 ഓഫ് കപ്സും 7 ഓഫ് കപ്സും അതേപോലെ 3 ഓഫ് കപ്സും 6 ഓഫ് സോഡ്സും ഇവിടെ വന്നിട്ടുണ്ട്. ഈ കാർഡ്സ് എല്ലാം ഒരു ചീറ്റിംഗ് എനർജിയുടെ കാർഡ്സ് ആണ്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. എന്തെങ്കിലും ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ ഒന്നുമല്ല ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്, ഒരു വ്യക്തി തന്നെയാണ്. അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി. കുറച്ച് ആഴ്ചകളോ കുറച്ച് ദിവസങ്ങളോ ഒന്നുമല്ല നിങ്ങൾ ഇങ്ങനെ കോണ്ടാക്ട് ഇല്ലാതായിട്ട്, കുറച്ചധികം നാളുകളായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ അടുത്തൊന്നുമല്ല നിങ്ങൾ കോണ്ടാക്ട് ഇല്ലാതായിട്ടുണ്ടാവുക. ഈ അടുത്തായിട്ടുള്ളവരും ഉണ്ടാകാം, പക്ഷെ കൂടുതൽ പേരുടെ എനർജി കാണുന്നത് കുറെ നാളുകൾക്ക് മുൻപേ, കുറച്ചധികം ദിവസങ്ങൾക്ക് മുൻപേ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഓർ ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയവരെയാണ് ഇവിടെ കാണിക്കുന്നത്. വർഷങ്ങളായിട്ട് കോണ്ടാക്ട് ഇല്ലാത്തവരെയും ഇവിടെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. ഇല്ലാന്നുണ്ടെങ്കിൽ ദൂരദേശത്തൊക്കെ പോയി വർക്ക് എടുക്കുന്നവരായിരിക്കാം. ഒരുപാട് പേരുമായിട്ട് മിങ്കിളായിട്ട് ചെയ്യുന്ന, എന്തെങ്കിലും ജോബ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്, ഓർ ബിസിനസ് ചെയ്യുന്ന ആളോ ആയിരിക്കാം. ഓക്കെ, അതുകൊണ്ട് അവർക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ടാകുന്നുണ്ട്. അവരുടെ കഴിഞ്ഞു പോയ സിറ്റുവേഷൻ ആണ് കേട്ടോ പറയുന്നത്. അവർക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഈ ഒരു തേർഡ് പാർട്ടി കയറി വരുന്നത്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇടയിലേക്ക് തേർഡ് പാർട്ടി കയറി വരുന്നത്. ഇവിടെ കൂടുതലായിട്ടും നിങ്ങളാണ് അവരെ വേണം എന്ന് പറഞ്ഞു നിൽക്കുന്നത്. നിങ്ങളുടെ എനർജിയാണ് ഇവിടെ വളരെ വളരെ സാഡ് ആയിട്ട് മനസ്സ് വേദനിച്ച് നിന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണിക്കുന്നത് നിങ്ങളുടെ എനർജിയാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു. എങ്കിൽ പോലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അവരുടെ ഓർമ്മകളിൽ നിന്നും റിലീസായി വരാൻ കഴിയുന്നില്ല. അതിനിവിടെ കാരണമുണ്ട്. അതായത് ഇവിടെ 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു സോൾ കണക്ഷൻ ആണ്. നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഉണ്ട്. അതായത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം. ഓക്കെ, ശരിക്കും പറയുകയാണെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ലൈഫിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് ഉണ്ടാവുക. പക്ഷെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പാസ്റ്റ് ലൈഫിലുള്ളവർ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ, സോളിമേറ്റ് ആകാം, ട്വിൻ ഫ്ലെയിം ആകാം, അവർ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് വളരെയധികം വേദനിക്കേണ്ടി വരുന്നത്. നിങ്ങൾ ഈ ഒരു വേദനയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ പഠിച്ചെടുത്തിട്ടുണ്ടാകാം. അങ്ങനെ നിങ്ങൾ പഠിച്ചെടുത്തത് കൊണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്. തേർഡ് പാർട്ടി വന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു തേർഡ് പാർട്ടി കാരണം. ആ ഒരു വേദന, അത്രയ്ക്കും വേദന ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നില്ല. അതിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അവര് പോയ സമയത്ത്, നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളെ വിട്ടിട്ട് പോയ സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ ഫുൾ കോൺസെൻട്രേറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിലേക്ക് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കാൻ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ,
അത് വളരെ ഒരു നല്ല കാര്യമാണ്. അതേപോലെ തന്നെ ഈ തേർഡ് പാർട്ടിയുമായിട്ട് എന്തോ ഒരു കമ്മിറ്റ്മെന്റ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടിയിൽ നിന്നും റിമൂവ് ആയി വരിക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങളെ കുറെ ചോയ്സസ് ഈ ഒരു വ്യക്തിക്ക് ആദ്യ സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷനിലേക്ക് വന്നപ്പോൾ നിങ്ങളെയും കാട്ടി ബെറ്റർ തേർഡ് പാർട്ടി ആണെന്ന് കരുതി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയി. പക്ഷെ ഇപ്പോൾ നിങ്ങൾ വേദനിച്ചിട്ടുള്ള ആ ഒരു വേദന ഇപ്പോൾ അവർ വേദനിക്കുകയാണ്. ഇവിടെ ജഡ്ജ്മെന്റ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് കിട്ടുകയാണ്. അതായത് നിങ്ങൾക്കുണ്ടായിരുന്ന പെയിൻ ഇപ്പോൾ അനുഭവിക്കുന്നത് അവരാണ്. കർമ്മ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് നിന്നും കിട്ടിയിട്ടുള്ള സ്നേഹം, നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള കെയറിങ്, നിങ്ങൾ കൊടുത്ത കാര്യങ്ങളൊന്നും തന്നെ ആ തേർഡ് പാർട്ടിയിൽ നിന്നും ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടാകില്ല. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നത്. ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്നുള്ളൊരു വിചാരം അവർക്ക് വരുന്നത്. അവര് മനസ്സിലധികം വേദനിക്കുന്നുണ്ട്. എങ്ങനെങ്കിലും പുറത്ത് വരണം എന്നൊക്കെ ആ ഒരു ചിന്തയൊക്കെ അവർക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്നും അവർക്ക് പുറത്തിറങ്ങി വരാൻ സാധിക്കുന്നില്ല. കാരണം ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടിയാണ്. ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിട്ടോ അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഈസി ആയിട്ട് ഇതിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ അവർക്ക് സാധിക്കില്ല. ഇനിയിപ്പോ നിങ്ങൾ തമ്മിൽ പിന്നെയും ഒന്നിക്കുവാണെങ്കിൽ ഒന്നിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഒരിക്കലും ഈ അടുത്തായിരിക്കില്ല, കുറെ കാലതാമസം എടുക്കും. അതിന് കാരണം ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. അതിൽ നിന്നൊന്ന് പുറത്തിറങ്ങി വരേണ്ടതായിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ തമ്മിലുള്ള പിന്നെയുമുള്ള ഒരു റീയൂണിയൻ സംഭവിക്കുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുക. അവർക്കിപ്പോൾ പല കാര്യങ്ങളും വീണ്ടും വിചാരം വന്നു തുടങ്ങി അവർക്ക്. കാരണം നിങ്ങളാണ് ബെറ്റർ ആയിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു തോട്ട് അവർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾറെഡി തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടാകില്ല. അവർ വിചാരിച്ചതുപോലെ ആയിരിക്കില്ല തേർഡ് പാർട്ടി ഉണ്ടാകുക. അതുകൊണ്ട് തേർഡ് പാർട്ടിയിൽ നിന്നും ഒന്ന് തിരിച്ചു വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ഫീല്, നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു ഫീല്, ആ സമയത്ത് അവരത് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ഞാൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന സമയത്ത് എന്റെ വ്യക്തിക്ക് എന്തോരം വേദനിച്ചിട്ടുണ്ടാകും എന്ന് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സമയത്ത് ചിന്തിച്ചില്ല. പക്ഷെ ഇപ്പോൾ അവരത് ചിന്തിക്കുന്നുണ്ട്. ഞാൻ പോയപ്പോൾ അവൾക്ക് എന്തോരം വേദനിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവൻ എന്തോരം വേദനിച്ചിട്ടുണ്ടാകുമെന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ കർമ്മ എന്നും പറയുന്നത്. ജഡ്ജ്മെന്റ് കാർഡ് വന്നതുകൊണ്ട് നമുക്ക് കർമ്മ എന്നും കൂടി പറയാം. ടവർ കാർഡും വന്നിട്ടുണ്ട്. ഓക്കെ, അവര് ശരിക്കും ഇപ്പോൾ ഒരു നിസ്സഹായ അവസ്ഥയിലാണ്. അത് മാത്രമല്ല, ഈ ഒരു തേർഡ് പാർട്ടി വന്നതിന്റെ ശേഷമാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുത്തത്. എന്താണ് പെയിൻ എന്നുള്ളത് അവർ മനസ്സിലാക്കിയെടുക്കുന്നത്. ഇപ്പോൾ പെയിനിലൂടെ അവർ കടന്നു പോകുന്നുമുണ്ട്. പക്ഷെ നിങ്ങളായിട്ട് അങ്ങോട്ട് കയറി ചെന്നാൽ പോലും അവർക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരാൻ സാധിക്കില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് വളരെ ഫിനാൻഷ്യൽ ഇഷ്യൂസിലൂടെ കടന്നു പോകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഒരു ലോസ്റ്റ് അവർക്ക് സംഭവിച്ചതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ കടന്നു പോകുന്നുണ്ട്. ഫിനാൻഷ്യലി വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അവർ നിങ്ങളെ ചീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല നിങ്ങളുടെ ലൈഫിലേക്ക് ആദ്യം സ്നേഹിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ടാകുക. പക്ഷെ അതിനുശേഷം അവർക്ക് ഒരുപാട് ഓഫേഴ്സ്, ഒരുപാട് ചോയ്സസ് വന്നു. ഇവിടെ 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഒരുപാട് ചോയ്സസ് വന്ന സമയത്ത് ആരെ വേണം എന്നുള്ളത് ഒരു കൺഫ്യൂഷനായി. അങ്ങനെയാണ് നിങ്ങളെ വിട്ടിട്ട് ആ തേർഡ് പാർട്ടിയുടെ കൂടെ അവർ പോകുന്നത്. തേർഡ് പാർട്ടി ബെറ്റർ എന്ന് കരുതി തേർഡ് പാർട്ടിയുടെ കൂടെ പോയി. പക്ഷെ നിങ്ങളായിരുന്നു ശരി എന്നുള്ളത് ഇപ്പോൾ കാലം അവർക്ക് തെളിയിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് അവർക്കത് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടിയുടെ കൂടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ തേർഡ് പാർട്ടിയിൽ നിന്നൊരു മോചനം അവർക്ക് കിട്ടുന്നില്ല. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വളരെയധികം കാലതാമസം എടുക്കും. കാരണം അവർ തമ്മിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പെട്ടെന്ന് തന്നെ അവർക്ക് അതിൽ നിന്നും റിലീസായി വരാൻ സാധിക്കില്ല. ഈ ഒരു റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.